1 മണിക്കൂർ പിന്നിട്ടു സായി. 5:37 സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാക്കി. ഇപ്പോൾ 6:51 1 മണിക്കൂറിലധികം സമയമായി. പക്ഷേ നമ്മൾ കാത്തിരിക്കുന്ന ആ നിമിഷം അവർ പുറത്തേക്ക് വരിക, അതിനപ്പുറത്തേക്ക് അവർ ആരോഗ്യവരായിരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് വരുന്നു, അവരെ മെഡിക്കൽ പരിശോധന നടത്തുന്നു, അവർ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് 4 പേരും എന്നുള്ളത് ഏറ്റവും ആശ്വാസകരവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി അറിയേണ്ടത് അവർ എങ്ങനെ പുറത്തേക്ക് വരും, എപ്പോഴായിരിക്കും പുറത്തേക്ക് വരിക എന്നുള്ളത് കൂടിയാണ് സായി. തീർച്ചയായും ആ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ലോകം ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ശ്രുതി നേരത്തെ തന്നെ അറിഞ്ഞതാണ്. അതായത് 5:37 സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചാലും ഏകദേശം ഒരു 1.5-2 മണിക്കൂർ എടുക്കും ഇവർ പുറത്തേക്ക് വരാൻ എന്നുള്ളത്. ആ ഒരു സമയം മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എങ്ങനെയാണോ നാസ പ്ലാൻ ചെയ്തത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൽ വ്യത്യാസം വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ ആ സ്പ്ലാഷ് ഡൗൺ 5:37 തന്നെ പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്നു. നേരത്തെ തന്നെ അവിടെ സജ്ജരായിട്ടുള്ള വലിയ സംഘം അവിടെ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോൾ ഏകദേശം 40-ലധികം വരുന്ന ഡൈവർമാരുടെ ഒരു സംഘം, മെഡിക്കൽ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഈ പേടകത്തിനടുത്തേക്ക് എത്തി ഈ ഹാച്ച് തുറന്ന ആ സമയത്ത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ എറർ സംഭവിച്ചിരുന്നു. അതൊക്കെ വളരെ എളുപ്പത്തിൽ പരിഹരിച്ചുകൊണ്ട് ആ സംഘം ആ പേടകത്തിനകത്തേക്ക് കടന്ന് ഇപ്പോൾ ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ ഈ 4 യാത്രികരും സുരക്ഷിതരാണ്, ആരോഗ്യവാന്മാരാണ് എന്ന് നാസ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. അതാണ് നാസ പറയുന്നതിൽ they are happy to be home എന്നാണ് പറയുന്നത് സായ്. അങ്ങനെ ചന്ദ്രനെ വലം വെച്ച് അപൂർവമായ നേട്ടം കൈവരിച്ചുകൊണ്ട് അവർ അവരുടെ ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു, അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു നാസ. തീർച്ചയായും ആ ഒരു സന്തോഷ പ്രകടനം തന്നെയാണ്. അവർ ഭൂമിയിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. അവരെ സ്വീകരിക്കാൻ വലിയൊരു ശാസ്ത്ര ലോകം തന്നെ ഇപ്പോൾ അക്ഷമരായി ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. 1/2 നൂറ്റാണ്ടിന് ശേഷം ചന്ദ്രനെ തൊട്ട് ഭൂമിയിൽ നിന്ന് ഏറ്റവും അധികം ദൂരത്തേക്ക് സഞ്ചരിച്ചു എന്ന റെക്കോർഡ് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഈ സംഘം വരുന്നത്. ആ സംഘത്തെ കാണാൻ, സ്വീകരിക്കാൻ, അവർക്ക് വലിയൊരു സ്വീകരണം ഒരുക്കാൻ വലിയൊരു സംഘം തന്നെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതിനപ്പുറം അവർ കൊണ്ടുവരുന്ന അറിവുകൾ കൊണ്ട് വലിയ പരീക്ഷണങ്ങൾ, പഠനങ്ങൾ ഇനി നടത്താനുള്ള തയ്യാറെടുപ്പാണ്. നിലവിൽ എന്തായാലും ഈ പേടകത്തെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി ഈ മെഡിക്കൽ സംഘം ഈ പേടകത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞു. ആദ്യ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ 4 പേരെയും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷം ഇവരെ ഈ കപ്പലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ആ കപ്പലിൽ വലിയ സജ്ജീകരണങ്ങളുണ്ട്. തുടർ പരിശോധനകൾ ആ കപ്പലിൽ തന്നെ നടത്തുകയും ചെയ്യും. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ഇവരെ ഹൂസ്റ്റണിലേക്ക് കൊണ്ടുപോവുക. അവിടെയും പരിശോധനകൾ ഉണ്ടാകും. അവിടെ വലിയ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ യാത്രികരുടെ കുടുംബാംഗങ്ങളുണ്ട്, ശാസ്ത്രജ്ഞരുടെ വലിയ സംഘമുണ്ട്. അവിടെ വെച്ചായിരിക്കും ഇവരുടെ അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും അവർ പറയുക. ഏകദേശം 10,000-ലധികം വരുന്ന ചിത്രങ്ങൾ ഇവർ ഇതിനോടകം പകർത്തിയിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ വീഡിയോകൾ പകർത്തിയിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ റിസൾട്ടൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളതും ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ യാത്രികർ പുറത്തേക്ക് എത്തും. റോഷ്നി, ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ആർടെമിസ് 2 സംഘം ഭൂമിയിലേക്ക് അങ്ങനെ തിരിച്ചെത്തിയിട്ടുള്ള നിമിഷമാണ്. ഇനി അവർ പുറത്ത് കര തൊടുന്ന നിമിഷത്തിലേക്കായി കാത്തിരിക്കുകയാണ്. അപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥരടക്കം ആ ദൗത്യത്തിന്റെ ഘട്ടത്തിലാണ്. റിക്കവറി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. വിചാരിച്ചിരുന്നൊരു സമയം അതിക്രമിച്ചിട്ടുണ്ടെങ്കിലും നാസ ഏറ്റവും പുതിയതായി വ്യക്തമാക്കുന്നത് ഈ ദൗത്യം വിജയകരമാണെന്നും ദേ ആർ ഹാപ്പി ടു ബി ഹോം, അവർ അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആരോഗ്യം, അതുമായി ബന്ധപ്പെട്ടൊക്കെ നാസ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ആ ദൗത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ആ പേടകത്തിൽ നിന്ന് അതിന്റെ ഒരു സ്റ്റെബിലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥരടക്കം ആ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചരിത്രം കുറിച്ചുകൊണ്ടുള്ള പുത്തൻ നാഴികക്കല്ലുകൾ സ്വന്തം പേരിൽ എഴുതിച്ചേർത്തുകൊണ്ടുള്ള ആർടെമിസ് 2 എന്നുള്ള ദൗത്യ സംഘം, ആ 4 സംഘത്തെ ഭൂമി വരവേൽക്കുകയാണ്. ചന്ദ്രനോളം എത്തി, ചന്ദ്രനോളം യാത്ര ചെയ്ത് നേടിയിട്ടുള്ള ശാസ്ത്ര പുരോഗതി, അത് ആ വലിയ ലക്ഷ്യമായിരുന്നു. പ്രത്യേകിച്ച് ഇനിയുള്ള ചാന്ദ്രയാത്രകൾ, മനുഷ്യന്റെ ഇനിയുള്ള യാത്രകൾക്കടക്കം വളരെ നിർണായകമായിട്ടുള്ള
ഒരു ഘട്ടമായിരുന്നു അത്. ഈ ആർടെമിസിന്റെ എല്ലാ ഘട്ടങ്ങളെ എടുത്തു നോക്കുമ്പോഴും ഇനി വരും വർഷങ്ങളിലെല്ലാം ചന്ദ്രനിൽ ഒരു മനുഷ്യ കോളനി തന്നെ സ്ഥാപിക്കാനുള്ള ലക്ഷ്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അതിനുള്ള യാത്ര, അതിലേക്കുള്ള നടത്തം, അത്തരമൊരു ലക്ഷ്യം അത് കൈവരിച്ചു എന്ന് തന്നെയാണ് നാസ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഈ ഒരു ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സാങ്കേതികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത് വിജയത്തിലേക്ക് കടക്കുകയാണെന്നല്ലേ നാസയുടെ വിലയിരുത്തൽ? സായ്, തീർച്ചയായും യാതൊരു വിധത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നേരത്തെ എങ്ങനെയാണോ നാസ പ്ലാൻ ചെയ്തത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. കൃത്യം ഇന്ത്യൻ സമയം പുലർച്ചെ 5:37 തന്നെ കാലിഫോർണിയയ്ക്ക് സമീപമുള്ള പസഫിക് സമുദ്രത്തിൽ ആ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചു. അതിനുശേഷം ഈ 4 സംഘത്തെ പുറത്തേക്ക് എത്തിക്കാനുള്ള, സ്വാഭാവികമായി എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക, ജെർമി ഹാൻസൺ എന്നീ 4 യാത്രികരെയും പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തയ്യാറാണ്. ഇപ്പോൾ ആ 4 സംഘങ്ങളിൽ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുകയാണ്. ആ ലോകം കാത്തിരിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന കുക്കാണോ, ജെർമി ഹാൻസൺ ആണോ, റീഡ് വൈസ്മാൻ ആണോ, വിക്ടർ ഗ്ലോവർ ആണോ ആദ്യം പുറത്തിറക്കുക? നിലവിലെ സൂചനകൾ പ്രകാരം ക്രിസ്റ്റീന കുക്ക ആയിരിക്കും ഒരുപക്ഷെ ആദ്യം പുറത്തേക്ക് ഇറങ്ങുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ യാത്രികരെ പുറത്തേക്ക് എത്തിക്കുകയാണ്. നിലവിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നവും യാത്രാ സംഘത്തിനില്ല എന്നാണ് ഇപ്പോൾ നാസ തന്നെ അറിയിക്കുന്നത്. എല്ലാവരും ആരോഗ്യവാന്മാരാണ് എന്ന് നാസ തന്നെ അറിയിക്കുന്നു. ആദ്യം ഈ മെഡിക്കൽ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഈ ഹാച്ചർ തുറന്ന് 4 മെഡിക്കൽ സംഘത്തിലെ വിദഗ്ധർ അതിനകത്ത് കയറി പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തി ഈ പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം യാത്രികർക്കുണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്ന് നാസയ്ക്ക് വിവരം കൈമാറി. അങ്ങനെയാണ് ഈ യാത്രാ സംഘത്തിലെ 4 പേരും സുരക്ഷിതരാണ് എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വിവരം നാസ ലോകത്തെ അറിയിച്ചത്. ഇപ്പോൾ അവരിൽ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് ഇപ്പോൾ ആ ദൗത്യ സംഘം കടന്നിരിക്കുകയാണ്. സായി, നേരത്തെ തന്നെ പറഞ്ഞത് ഈ സ്പ്ലാഷ് ഡൗൺ കഴിഞ്ഞ് 2 മണിക്കൂർ എന്നുള്ളൊരു സമയം തന്നെയാണ് നാസ പറഞ്ഞിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും ആവർത്തിക്കുന്നത് തന്നെയാണ്. കൃത്യമായി 2 മണിക്കൂറിനുള്ളിൽ ക്രൂ അംഗങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം. പക്ഷേ ഇതിൽ ഈ നേരത്തെ ഈ നാസ കമന്റേറ്ററുടെ ഒരു പ്രതികരണമൊക്കെ വന്നിരുന്നു. ഈ ഫ്രണ്ട് പോർച്ച് അത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളടക്കം അതിനൊരു വെല്ലുവിളിയാകുന്നത് സമുദ്രത്തിന്റെ ഈ ഒഴുക്കാണ് എന്നുള്ളത്. കാരണം കാഴ്ചയിൽ നമുക്കതൊരു പ്രശ്നമായി തോന്നില്ലെങ്കിലും അവർക്കതൊരു വെല്ലുവിളിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ദൗത്യം, നമ്മൾ കാത്തിരുന്ന ആ ദൗത്യം, അത് ആ 4 സംഘം അവർ പുറത്തേക്ക് വരുന്നത് കാണാനുള്ള ആ നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ആ ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ആ നിമിഷങ്ങളിലേക്ക് ഉടൻ മടങ്ങിയെത്തും.